ചൂടുവെള്ളം തന്നിട്ട് നീ എന്റെ ഉമ്മയൊക്കെ നോക്കണോടി. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഉമ്മ പെണ്ണിനെ കെട്ടാനായിട്ട് എന്നെ കിട്ടൂല. എന്റെ മോനെ, ഞാൻ ആ പെണ്ണിനെ കണ്ടതാണ്. ആ പെണ്ണിന് സംസാരിക്കൂല, ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാണാൻ എന്ത് ഭംഗിയാണെന്നാ, നല്ല മുടിയൊക്കെ ഉള്ള ഒരു പെൺകൊച്ചാണ്. എന്റെ അമ്മയെ ഭംഗിയൊക്കെ ഞാൻ സമ്മതിച്ച്. അമ്മ ഒന്ന് ഓർത്തു നോക്കി, അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഞാൻ നാട്ടിലോട്ട് ഇറങ്ങിയതല്ലേ, എല്ലാവരും കളിയാക്കും. നാട്ടുകാരിപ്പോ കളിയാക്കിയാലും നിനക്കെന്താണ്? ആ പെൺകൊച്ചിനെ സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞോണ്ടേ ആ പെണ്ണിന്റെ അച്ഛനെ 35 പവനാണ് ശ്രീധനം കൊടുക്കണത്. ഈ നാട്ടുകാർ നിനക്ക് കൊണ്ടുവന്ന് തരുമോ അത്ര 35 പവൻ? ആ കാശുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങൾ തീരും. എന്റെ അമ്മ എന്നാലും എങ്ങനെയാണ് അമ്മ ഈ കാശാണ് ഈ കാര്യത്തിൽ നോക്കണത്? എടാ, കാശ് തന്നെയാണ് വലുത്. ഓ, ആ പെൺകൊച്ചിന് ഇപ്പൊ കല്യാണം കഴിച്ചോണ്ടും ഒരു കുഴപ്പമില്ല. ഞാൻ പോയി കണ്ടതല്ലേ, നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള കൊച്ച്. അല്ല, ഈ 10-30 വയസ്സ് കഴിഞ്ഞ് നിനക്ക് ഇനി എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാണ്? കിട്ടണുണ്ടെങ്കിൽ തന്നെ വല്ല 5-10 ഇതന്നെ കിട്ടും. ആ കൊച്ചിനെ കല്യാണം കഴിക്കണമെങ്കിൽ 35 പവൻ കിട്ടും. അത് പോരേടാ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനും ഇത് സമ്മതിക്കൊന്നുമില്ല. പിന്നെ എടാ മോനെ, പെൺകൊച്ച് സംസാരിക്കൂല എന്നല്ലേ ഉള്ളൂ. എന്തുകൊണ്ടും അങ്ങനത്തെ ഒരു ഭാര്യയുടെ നല്ലത്. ഏത് നേരം ഭർത്താവിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യല, ഒരൊച്ചപ്പാടോ ഒരു ബഹളോ ഒന്നും ഉണ്ടാവില്ല. നിനക്കിതേ നല്ല സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം കിട്ടും. അമ്മ അവർക്ക് വാക്ക് കൊടുത്താണ് അമ്മ പോയി ആ പെൺകൊച്ചിനെ കണ്ടതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ എനിക്ക് പറ്റൂലത്. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ജീവിതാവസാനം? അതൊരു മിണ്ടാപ്രാണിയല്ലേ, അതിനൊരു ജീവിതം കൊടുത്തുന്നുണ്ടേ പുണ്യം കിട്ടും, പുണ്യം. അല്ലാതോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പെൺകൊച്ചിനെ നീ കല്യാണം കഴിച്ചോളണം. ഞാൻ വാക്ക് കൊടുത്താണ്. അല്ലെങ്കിൽ പിന്നെ നീ അമ്മനെ പിന്നെ കാണൂല. അമ്മ വേണ്ട, നീ ഒന്നും പറയണ്ട. അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് പറയുന്നത്? വീട്ടിലാ? അമ്പലത്തില് കൊറേ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഡാൻസ് ഒക്കെ അറിയോ? ട്രോഫി സർട്ടിഫിക്കറ്റ്. ഞാൻ ഡാൻസ് കളിക്കുവാണ്. ഞാൻ ഡാൻസ് ഒന്നും കളിക്കൂല. പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് കമ്പനി വിടുമ്പോ 2 അടിക്കുമ്പോ കിടത്തുള്ളൂ, അതത്രേ ഉള്ളൂ. ഇപ്പല്ല, മുമ്പ്. ഇപ്പൊ കുടിക്കൂല. പണി പാളിയാനെ ഞാനിപ്പൊ കുടിക്കാറൊന്നുമില്ല. പണ്ട് അമ്മ കാണാണ്ടൊക്കെ എനിക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്ക് അതുള്ളൂ. ഇപ്പൊ കുടിക്കാറൊന്നും കേട്ടാ. എന്നെ ഡാൻസ് ഒക്കെ അറിയാമോ? ട്രോഫിക്കല്ലേ? ഓഹോ, അപ്പൊ എനിക്കിഷ്ടമാണെന്നാ? എനിക്കിഷ്ടമാണ്. ഒരു ദിവസം കാണിക്കാനോട്ടോ ഡാൻസ് ഒക്കെ കളിച്ച് കേട്ടാ. പിന്നെ ചോറിന് സമയമില്ല, ഇനി കുറച്ചായിട്ടേ കുറച്ച് കണ്ടിട്ട് ചോറിന. ഇതൊക്കെ ഇഷ്ടപ്പെട്ടാ? വലിയ വീടാണെന്നാ? എല്ലാം ഇഷ്ടപ്പെട്ടു. നിന്റെ ഭാഷ പിടിച്ചെടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയണ മനസ്സിലാവണ്ടട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, സത്യം പറഞ്ഞ ഈ കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് ഇതിനോട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനെ ഒരു മിണ്ടാത്ത പെണ്ണാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പ എല്ലാവരും എന്ത് പറയും, ആൾക്കാരുടെ മുമ്പിൽ നാണം കിടുമെന്നൊക്കെ ഓർത്ത് ഞാനിത് വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സത്യം പറയാല, ഇപ്പൊ നിന്നെ കെട്ടിയതില് എനിക്കൊരു സങ്കടവുമില്ല. കാരണം നീ എന്നെ പൊന്നു പോലെയാണ് നോക്കണത്. എന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ. ആ, എന്നും ഉണ്ടാവും. എന്നാ വാ കഴിക്കാം. ഇവനെന്ത് കണ്ടിട്ടാണ് അവള് പറയാനായിട്ട് ചിരിക്കണത്? വല്ലത് മനസ്സിലാവണുണ്ടാ? ആ പെണ്ണ് ഈ വീട്ടിൽ കയറിട്ട് ഇത്രയും ദിവസമായി. എനിക്ക് ആ പെണ്ണ് കാണിക്കണ കഥകളി ഒന്നും മനസ്സിലാവണില്ല. വെറുതെ പൊട്ടന്മാരുടെ ന്യൂസ് ചാനൽ ഇരുന്ന് കാണുന്ന പോലെയാണ്. അവിടെ അച്ഛൻ കുറച്ച് ശ്രീധരൻ തന്നു, അതുകൊണ്ടാണ് ഈ മിണ്ടാപ്രാണിനെ ഇങ്ങോട്ട് കെട്ടിയെന്ന് വിളിച്ചത്. എനിക്ക് ആര് കെട്ടാനാണ് ഈ മിണ്ടാപ്രാണിന? ഓ, എടി അച്ചു, ദേ ഇതുകൊണ്ട് അമ്മാരുടെ വീട്ടിൽ കൊടുത്തേ. എന്തിട്ടാ എനിക്കത് കാണിക്കണത്? ഇതിനുള്ളിൽ ഉണ്ടാകുന്ന പായസം വല്യുമ്മ തന്നതാണ്. നമ്മളിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ ബാക്കി കൊടുക്കാൻ പറഞ്ഞ് കൊണ്ടേ കൊടുക്ക്. പിന്നെ
അമ്മായിനോടെ ഇന്ന് കുടുംബശ്രീ എവിടെയെന്നും കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണം പറയാൻ. ചെല്ലെന്നാ. ഞാനിതാരേണ് പറഞ്ഞു വിടുന്നത്? എടി അച്ചു, നിങ്ങ തിരിച്ചു വന്നേ. നിങ്ങ വന്നേ. നീ വേഗണ്ട, നീ പോയിട്ടേ ഒരു കാര്യമില്ല. നീ അമ്മായിയുടെ അടുത്തൊന്ന് എന്നൊക്കെ പറയുമ്പോഴേ അമ്മായിക്ക് മനസ്സിലാവൂല. പിന്നെ കുടുംബശ്രീന്നെങ്ങാനോ നീ പറയണതേ അമ്മായി വിചാരിക്കും നീ വല്ല ചീത്ത വിളിക്കണെന്ന്. ദേ ഞാൻ കൊണ്ടേ കൊടുത്തോളാം. എന്റെ പൊന്നോ, അവിടെ പോയി പൊട്ടം കളിക്കണ്ട. ഇതല്ലാതെ നിനക്ക് ഒന്നും അറിഞ്ഞൂടല്ലോ പറയാനായിട്ട്. ദേ ഇവിടെ ഞാൻ നിന്നാ മതി. പിന്നെ എഴുതി കാണിച്ചാല് അമ്മായിക്കും മനസ്സിലാവില്ല. ദേ വാങ്ങ പോ. ഇതേ ഞാൻ കൊണ്ടേ കൊടുത്ത പോ പോ. എന്റെ ദൈവമേ, ഏത് കഷ്ടകാല സമയത്താണ് ദൈവമേ ഇങ്ങനത്തെ ഉറത്തിനെടുത്ത് എന്റെ തലയിൽ വെച്ചത്. ഒരു ഉപകാരമില്ലാത്തൊരു സാധനമായി പോയല്ലോ. ഓ ഓ അമ്മിണ്ടാ പണിയൊന്ന് കാരണുണ്ടല്ലോ. എന്താണാവോ? എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. എന്തുന്നാണ് പറയണത്? നീ വീണ വല്ലെടുത്തു. ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? വെള്ളോ? കറണ്ട് ഉണ്ടാവണ എങ്ങനെയെന്ന് അത് വെള്ളത്തിൽ തന്നെയാണ്. ഡൈനാമോ എന്തൊക്കെ കറക്റ്റാണ് കറണ്ട് വന്നത്. ഈ പെണ്ണ് പറയണ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലേ. എന്തുന്നാണ് പെണ്ണി പറയണത്? എന്താണ് പോലെ? അയ്യോ, ഓ 2 ദിവസമായി വെള്ളം വന്നിട്ട് ആ വന്ന വെള്ളവും പോയിട്ടുണ്ടാവും. ഇതാരണോട് പറഞ്ഞത് അമ്മക്ക് മനസ്സിലായിരുന്നേ. ഇനി മേലല്ല എന്റെ മുമ്പിൽ വന്ന് ഈ കൈയും കൊണ്ടുള്ള ആശകൾക്ക് നിർത്തിക്കോ. ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വന്ന് കയറിയത് വല്ല ഉപകാരം ഉണ്ടാ? എന്ത് ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ടാ? അതന്നെ ഞാൻ പറഞ്ഞത്. നാളെ ഇപ്പൊ ഞാനിപ്പോ ഒന്ന് വീണ് കിടന്നാലും ആരോ ഒന്നും അറിയൂലേ. നിന്നോട് ചോദിച്ചാലോ ഇതല്ലേ പലർക്കും മനസ്സിലാവോ? അതെ ഇനി മേലല്ല എന്റെ മുമ്പിൽ നിന്റെ വേഷം കൊണ്ടുകൊണ്ട് വന്നേക്കത്. കെറുപ്പോയേ എന്റെ വെള്ളവും പോയി. ഇനി ഉണ്ടാ പണിനെ കൊണ്ട് തൂറ്റി ഒരു ഉപകാരമില്ല. ഓ ഇത് വെള്ളം ചോദിച്ചിട്ട് എത്ര നേരം. ഇത് മിണ്ടാ പ്രാണിയേ, ഇച്ചിരി വെള്ളം കൊണ്ടുവന്നേടി. എത്ര നേരം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ച കുറച്ചുണ്ട്. ഇതെന്താടി ചൂടുവെള്ളോ? നീ ഇത് മനപ്പൂർവ്വം എനിക്ക് കൊണ്ട് തന്നെന്നറിയാം. ചൂടുവെള്ളം തന്ന് എന്റെ നാക്ക് പൊളിച്ച് നിന്നെ പോലെ ഊമയൊക്കെ നോക്കണം. നീ എന്താടി എന്റെ ഊമയൊക്കെ നോക്കണ? ഇനി പറഞ്ഞ ഞാനില്ലേ ഈ ചൂടാന്റെ മോത്തൊരിക്കും ഞാൻ. ചൂടില്ലാണല്ലോ. നീ മനപ്പൂർവ്വം ചെയ്തോ നേടി. മുണ്ടരുത് എന്റെ മുമ്പിൽ പത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്നോട്? എന്താണെന്നാ ഞാന് ഇത്തിരി കുടിക്കാൻ വെള്ളം ചോദിച്ചു. അവളൊക്കെ ചൂടുവെള്ളം കൊണ്ട് തന്നെ, അതും തിളച്ച വെള്ളം. ഇതെന്നെ വായ കൊള്ളൂലേ? നാക്ക് കൊള്ളിക്കഴിഞ്ഞാല് അവളെ പോലെ ഞാനും പറയണോ? അതിനു വേണ്ടി മനപ്പൂർവ്വം ചെയ്താണ്. അവളെന്തായാലും അങ്ങനെ ചെയ്യൊന്നുമില്ല. സത്യോട്ട് നീ നോക്കുന്നത്. തിളച്ച വെള്ളം ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടുള്ളൂ.
അതിപ്പോ ഇത്ര നേരം വന്നിട്ട് ചൂടാറിയതായിരിക്കുള്ളൂ. പിന്നെ ഇത്ര നേരം അവള് മനഃപൂർവ്വം ചെയ്തതാണ് ചൂടുവെള്ളം കൊണ്ടുവന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നീ വീട്ടില് വേണ്ട. ഇവിടെ നീയേ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അവള് ഞാൻ വട്ടം നിൽക്കട്ടെ, ഈ ഉമ്മപ്പെണ്ണിനെ എടുത്ത് തലേനെടുത്ത് വെച്ചതേ കാബദ്ധമായി പോയി. അത് നടക്കൂല അമ്മേ. അതെന്തുകൊണ്ട് നടക്കൂല? അവൾ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് നടക്കൂല. നിനക്കപ്പ എന്നേക്കാൾ വലുതാണ് ഈ മിണ്ടപ്രാണി. അമ്മേ, അമ്മയുടെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞാണ് ഈ കല്യാണ കേസായിട്ട് വന്നപ്പ എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ അമ്മക്കായിരുന്നു നിർബന്ധം. എന്താണ്, കുറെ സ്ത്രീധനം കിട്ടുമായിരുന്നു. ഇപ്പൊ അവളുടെ കാശെല്ലാം എടുത്ത് നമ്മുടെ കടവും കാര്യങ്ങളെല്ലാം തീർത്താ കാശിന് തീർന്ന് ഇപ്പൊ അവളെ കണ്ടെടുത്താ കണ്ടുകൂടാ. അങ്ങനെ കാശ് കാണുമ്പം അങ്ങാട് കാണുന്ന സ്വഭാവം എനിക്കില്ലാമേ. എനിക്കിപ്പോ അവളെ ഉപേക്ഷിക്കാൻ പറ്റൂല. എനിക്കിവിടെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാര്യം ശരിയാണ്, അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ മിണ്ടാപ്രാണി. പക്ഷേ അവൾക്ക് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അറിയാമേ. സത്യസന്ധമായിട്ടാണ് അവൾ എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം കണ്ടില്ല എന്ന് വെക്കാനായിട്ടേ ഞാൻ അത്രക്ക് മണ്ടനൊന്നുമല്ല. പിന്നെ അമ്മക്കിപ്പോ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ മതിയാവുന്നുണ്ടെങ്കിൽ അവള് മാത്രമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂല. പോകുമ്പേ കൂടെ ഞാനും ഉണ്ടാവും. എന്ത് വേണോന്ന് അമ്മ ഒന്ന് ആലോചിക്കേ. പാടി. അതെ, ഇവിടെ ഈ മകൻ പറഞ്ഞതല്ലേ ശരി. അവൾക്ക് സംസാരിക്കാൻ കഴിവില്ലായിരിക്കാം, പക്ഷേ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവൾക്കുണ്ട്. അങ്ങനെയുള്ള ആ ഭാര്യയെ അവൻ കൈവിട്ട് കളയുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ.